ഈ പരിപാടി കേവല വിനോദത്തിനായി മാത്രം നിർമ്മിക്കപ്പെട്ടതാണ്. ഈ കഥയിൽ ചിത്രീകരിച്ചിരിക്കുന്ന കഥാപാത്രങ്ങൾ, അവരുടെ പേരുകൾ, സ്ഥലങ്ങൾ, സംഭവങ്ങൾ മുതലായവയെല്ലാം സാങ്കല്പിക മാത്രം ആയതിനാൽ ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയ യാതൊന്നുമായി ഇവയ്ക്ക് യാതൊരു ബന്ധവുമില്ല. ഏതെങ്കിലും തരത്തിലുള്ള സാമ്യം തോന്നുന്നുണ്ടെങ്കിൽ അത് തികച്ചും യാദൃശ്ചികം മാത്രം. ഇത് പ്രദയുടെ ശബ്ദമാണ്. ഗുരുദേവന്റെ വാക്കുകളിൽ പ്രദ ആകെ അസ്വസ്ഥയാണ്. എങ്ങനെയും പ്രാർത്ഥന ഒരു മത്സ്യകന്യകയാകുന്നതിൽ നിന്നും തടയണം. ഗുരുദേവൻ പറഞ്ഞതനുസരിച്ച് പ്രാർത്ഥനയെ നമ്മൾ ഏത് കടലിനപ്പുറം കൊണ്ട് ഒളിപ്പിച്ചാലും അവളുടെ വിധിയെ നമുക്ക് മാറ്റാനാകില്ല. പക്ഷേ ഋഷിയേട്ട, നമുക്ക് അവളുടെ വിധിയെ മാറ്റി എഴുതണം. കാലങ്ങളായി നമ്മൾ അനുഭവിച്ച യാതനകൾ നമ്മുടെ മക്കൾ അനുഭവിക്കരുത്. എനിക്ക് മത്സ്യലോകത്തെക്കാളും വലുതാണ് എൻ്റെ മക്കൾ. ഒരിക്കലും എൻ്റെ ജീവിതം പോലെ ഒരു യുദ്ധക്കളമായി എൻ്റെ മക്കളുടെ ജീവിതവും ആകരുത്. അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും. പ്രാർത്ഥനയുടെ പിറന്നാളിൻ്റെ തലേ ദിവസമല്ലേ നമ്മുടെ ഫ്ലൈറ്റ്. അവിടെ എത്തിയാൽ തൊട്ടടുത്ത ദിവസം അവളുടെ പിറന്നാൾ കഴിഞ്ഞ് നാട്ടിലേക്ക് തിരിച്ചു വരാനായിരുന്നില്ലേ നമ്മുടെ പ്ലാനിങ്? അത് വേണ്ട ഋഷിയേട്ട. പ്രാർത്ഥന ഒരു കാരണവശാലും ഇന്ത്യയുടെ മണ്ണിൽ കാലുകുത്താൻ നമ്മൾ സമ്മതിക്കരുത്. അവളെ എത്രയും വേഗം നമ്മളൊരു വിവാഹം കഴിപ്പിക്കണം. ആ വിവാഹത്തിലൂടെ അവൾ ആ മനുഷ്യനുമായി ഒത്തുചേർന്നാൽ ഒരുപക്ഷെ അവളുടെ ഉള്ളിൽ മത്സ്യശക്തികൾ ഉണ്ടെങ്കിൽ പോലും അവൾക്ക് ശക്തികൾ നഷ്ടമാകും. അവളിപ്പോ ഒരു സാധാരണ പെണ്ണ് മാത്രമാണ്. അതുകൊണ്ട് അവളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ശക്തിയെയാണ് ആദ്യം നമ്മൾ നശിപ്പിക്കേണ്ടത്. അതിന് പ്രാർത്ഥനയെ നമ്മൾ വിവാഹം കഴിപ്പിക്കണം. പ്രാർത്ഥനയെ മാത്രമല്ല, അനുമോളെയും വിവാഹം കഴിപ്പിക്കണം. ഇത് കേട്ട ഋഷഭ് ഞെട്ടി. പ്രദ അനുമോളെയോ? അതെ ഋഷിയേട്ട, മറക്കണ്ട ഗുരുദേവൻ പറഞ്ഞത്. നമ്മുടെ 2 മക്കളും മത്സ്യലോകത്തിൻ്റെതാകുമെന്നാണ് ഗുരുദേവൻ പറഞ്ഞത്. ഈ പ്രദ ജീവിച്ചിരിക്കുമ്പോൾ അങ്ങനെ നടക്കാൻ ഞാൻ സമ്മതിക്കില്ല. മരിച്ചുപോയ എൻ്റെ അമ്മയാണ് ഈ സത്യം. അതുകൊണ്ട് അനുമോളെയും പ്രാർത്ഥനയും നമ്മൾ വിവാഹം കഴിപ്പിക്കണം. അതും എത്രയും വേഗത്തിൽ തന്നെ. അനുമോൾക്ക് 23 വയസ്സ് മാത്രമേ ആയിട്ടുള്ളൂ എങ്കിലും പ്രാർത്ഥനയുടെ കാര്യത്തിൽ സംഭവിച്ചതുപോലെ ഒരു പിഴവ് അവളുടെ കാര്യത്തിൽ സംഭവിക്കരുത്. അതുകൊണ്ട് 2 പേരെയും നമ്മൾ വിവാഹം കഴിപ്പിക്കണം. പ്രദയുടെ വാക്കുകൾ കേട്ട ഋഷിക്കും അത് മനസ്സിലായി. അതെ പ്രദ, നീ പറഞ്ഞത് ശരിയാണ്. ഞാൻ നിന്നോട് പറഞ്ഞിരുന്നില്ലേ 4 മാസം മുൻപ് നമ്മുടെ അനുമോൾക്ക് സേവാ ന്യൂസ് ഹെഡായ രുദ്രൻ റായ്ചന്ദിന്റെ അമ്മ സഞ്ജന ഒരു പ്രപ്പോസലുമായി വന്നത്? ആക്ച്വലി അത് രുദ്രന് വേണ്ടി തന്നെയായിരുന്നു. പക്ഷേ അവനോട് അത് പറഞ്ഞിട്ടില്ലായിരുന്നു അത്രേ. അന്നേരം ഞാൻ നമ്മുടെ 2ാമത്തെ മകളാണ് അനുമോളെന്നും മൂത്ത മകൾ പ്രാർത്ഥനയുടെ കല്യാണം കഴിഞ്ഞ് മാത്രമേ ഇവളുടെ കല്യാണം നടക്കൂവെന്നും പറഞ്ഞിരുന്നു. പക്ഷേ ഇനി 2 പേരുടെ വിവാഹം നടത്തേണ്ട ഈ സാഹചര്യത്തിൽ ഞാൻ അവരെ ഒന്നുകൂടി വിളിക്കട്ടെ. രുദ്രൻ ഇപ്പോഴും അൺമാരിഡ് തന്നെയാണ്. അവരുമായി ഒത്തുനോക്കി നമുക്കും അനുമോൾക്കും ഇത് ശരിയായി തോന്നുന്നുണ്ടെങ്കിൽ അങ്ങ് ഉറപ്പിക്കാം. പിന്നെ പ്രാർത്ഥനയുടെ കാര്യം, നമ്മൾ ഇവിടെ നിന്നും UAE പോയ ഉടനെ ആദ്യം തന്നെ അവിടെ തന്നെ വർക്ക് ചെയ്യുന്ന ഒരാളെ കണ്ടെത്തണം. എല്ലാം നമുക്ക് എത്രയും വേഗം ചെയ്യണം. നീ ഒന്നുകൊണ്ട് പേടിക്കരുത്. നീ എന്ന അമ്മയെപ്പോലെ അച്ഛനായി എനിക്കും എൻ്റെ മക്കളുടെ കാര്യത്തിൽ നല്ല ശ്രദ്ധയുണ്ടെന്ന് ഞാൻ തെളിയിക്കും. ഇത്രയും പറഞ്ഞ് പ്രദയുടെ നെറ്റിയിൽ ഋഷി ചുംബിച്ചു. അതേസമയം ഒരു ഗുഹയിൽ മുഖം തുണികൊണ്ട് മറച്ച ആ സ്ത്രീ കൂനിക്കൂടിയിരുന്ന് എന്തോ പൂജയിലാണ്. പെട്ടെന്ന് ആ ഗുഹയിലേക്ക് മറ്റൊരു സ്ത്രീ കടന്നു വന്നു. കണ്ടാൽ ഏകദേശം 45 വയസ്സ് തോന്നിക്കുന്ന ആ സ്ത്രീ കൂനിക്കൂടിയിരിക്കുന്ന ആ വൃദ്ധയോട് ചോദിച്ചു, ഇനിയും സമയമായില്ലേ? നമ്മുടെ പോരാട്ടത്തിന് ഇനി 9 നാളുകൾ മാത്രമേ ബാക്കിയുള്ളൂ. നമുക്ക് പകരം വീട്ടണ്ടേ? വീട്ടണം ഉർവശി എന്ന് പറഞ്ഞുകൊണ്ട് ആ സ്ത്രീ അവരുടെ മുഖത്തെ മൂടുപടം ദൂരേക്ക് വലിച്ചെറിഞ്ഞു. അത് സീമയായിരുന്നു. 20 വർഷങ്ങൾക്ക് മുൻപ് മേഘയും മാന്യതയും ചേർന്ന് കൊന്ന അതേ സീമ.